ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി ജസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വാൻകൂവറിൽ നിന്നും ക്യാംലൂപ്സിലേക്കാണ്. ക്യാംലൂപ്സിലേക്കുള്ള യാത്രയ്ക്കിടയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഒരു ഇന്റീരിയർ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോവുക. അപ്പം ആ കാഴ്ചകളും നമ്മളുടെ വീഡിയോ മുന്നോട്ട് പോവുക. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഇതാ ട്രാവൽ ചെയ്ത് ക്യാംലൂപ്സിലെത്തി. ക്യാംലൂപ്സിൽ നിന്നും ജോൺസൺ ലേക്കിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ്. ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ചു. പിന്നെ ഈ വ്യൂ പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ താഴെ ഇതാ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അതിന് സൈഡിൽ കൂടി ഒരു കനേഡിയൻ റെയിൽവേയുടെ റെയിൽ പാളമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഈ കുന്നും മലയും ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു തണുത്ത കാറ്റുമുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. പക്ഷേ സമയം നമുക്ക് അധികമില്ല. ഉടനെ നമുക്ക് ജോൺസൺ ലേക്കിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ചെറുകെ ഇവിടുന്ന് പോയാലോ? ലേക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള ഗ്രാമീണ കാഴ്ചകളാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇത് ഇവിടെ വിൻ്റർ ടൈമിലേക്ക് തണുപ്പ് കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെ പശുവിനും അതേപോലെ കുതിരയ്ക്കുമൊക്കെ പുല്ല് അവർ കെട്ടിവെക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ. ഈ കാണുന്ന പുൽപ്പാടങ്ങളൊക്കെയാണ് ഈ ഗ്രാമങ്ങളിൽ കൂടുതലായിട്ടുള്ളത്. കാർഷിക മേഖല തന്നെയാണ് ഇവിടെ, അല്ലാതെ മറ്റു ഉപജീവന മാർഗ്ഗമൊന്നും ഇവർക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. പോപ്പുലേഷനൊക്കെ ആണല്ലോ ഒത്തിരി കുറവാണ്. അത് നല്ലൊരു രസമാണ് ഈ കാഴ്ച കാണാൻ, ഈ പുല്ല് കെട്ടി വെച്ചിരിക്കുന്നല്ലേ. ഇതാ ഇവിടുന്നാണ് നമ്മൾ ജോൺസൺ ലേക്കിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഇവിടുന്ന് 16 കിലോമീറ്റേഴ്സാണ് നമുക്ക് ജോൺസൺ ലേക്ക് റിസോർട്ട്. അതിനടുത്ത് തന്നെയാണ് ലേക്കും. ഒരു ഓഫ് റോഡ് പോലത്തെ വഴിയാണ്. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബമ്പി ആയിട്ടുള്ള, ടാറിങ്ങൊന്നും ഇല്ല, അങ്ങനെ ഒരു മഡ് റോഡാണിത്. 16 കിലോമീറ്റേഴ്സും ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോവുക. നമ്മളിവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ക്യാംലൂപ്സിൽ നിന്നാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള സിറ്റി. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. ഇതാ റോഡ് സൈഡിൽ ഇങ്ങനെ ഇവിടെ പുല്ലൊക്കെ മേഞ്ഞ് നിൽക്കുന്ന പശുക്കൾ. നല്ല രസമുണ്ട് അവരെ കാണാൻ അല്ലേ. ഇതാ മറ്റൊരു അതിഥി, ഒരു ഡിയർ ഫാമിലിയാണ്. മാൻകൂട്ടം, ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ്. നമുക്ക് അവരുടെ അടുത്തോട്ടൊന്ന് പോയി കണ്ടു നോക്കാം. ഒരു പുല്ലൊക്കെ തിന്ന് അതിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അവർ ഓടിപ്പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അവർക്കും പേടി കാണുമായിരിക്കും അല്ലേ. അതാ അവർ അവരോടിപ്പോയി. നമുക്ക് വീണ്ടും അവരെ തിരിച്ചു വരുമ്പം കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ഈ വഴി ഇങ്ങനെ പോകുമ്പം നമുക്ക് ജോൺസണിലേക്ക് അടുക്കാറ് ആയിട്ടുണ്ട്. ഈ മലയുടെ മണ്ടിലായിട്ടാണ് ലേക്ക്.
വീണ്ടും വഴി സൈഡിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കിളി, ഒന്നല്ല 2 കിളിയുണ്ട് കേട്ടോ. അവരിങ്ങനെ തൊഴി പോകുന്നു. ജോൺസൺ ലേക്കിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ എത്തി. ഈ കാണുന്ന ഈ കാടിനകത്തോട്ട് താഴോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ലേക്ക് കാണാം. പക്ഷേ ഇവിടെ നോക്കിയ ചോനെ കാണുന്നില്ല. എല്ലാ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ നമ്മളിതാ ആ കാഴ്ചയിലേക്ക് പോകുന്നു. ജോൺസൺ ലേക്ക്, തമ്പുനിയിൽ പറഞ്ഞിരുന്ന ആ പളുങ്ക് തടാകം. നമ്മൾ നേരെ ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സൂപ്പർ വാട്ടർ. ഇതാ നോക്കൂ എത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണെന്നറിയോ ഇവിടെ കാണുന്നത്. നമ്മൾ എൻ്റെ കാലൊക്കെ എനിക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും താഴെ നിന്നിട്ട് പോലും വെള്ളം, അതേപോലെ ചെരുക്കം, അതിൻ്റെ അടിയിലുള്ള കല്ല് എല്ലാം ക്ലിയറായി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോൺസൺ ലേക്കിൻ്റെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയാണ്. ഇതാ ഈ വെള്ളം എത്ര ക്ലിയറായി. ഇതിപ്പോൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് 2 കളറിലാണ് ഈ ലേക്ക് കാണുന്നത്. ഈ ലേക്കിൻ്റെ പകുതിയോളം എമറാൾഡ് ഗ്രീൻ കളറാണ്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലിയർ വാട്ടറാണ്. ഈ വെള്ളം അത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആണ്. എവിടെ സൺലൈറ്റ് വരുന്നോ ആ സൺലൈറ്റിലേക്ക് ആ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഇവിടെ ഓളം തട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് താഴ്വശം ക്ലിയർ ആയിട്ട് കാണാം. നമ്മളിവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിയുമ്പം അവിടെ വെള്ളത്തിന് ആഴം 20 ഫീറ്റ്, 20 അടി 25 അടി താഴ്ചയോളം ഉണ്ട് അവിടെ ആ സൈഡിലേക്ക്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഈ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് താഴ്വശത്തെ കല്ലൊക്കെ കാണാൻ പറ്റും. അത്ര മാത്രം ക്ലിയറാണ് ഈ വെള്ളം. ഇത് നമ്മൾ സാധാരണ കരീബിയൻ സീ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളിത് കാണാറുള്ളത്. ഇത്രമാത്രം ഞാൻ BC-യിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളം, ഇത്ര ഡീപ്പിലായിട്ട്. സാധാരണ നമ്മൾ സൈഡിലൊക്കെ കാണും, പക്ഷേ ഡീപ്പിലോട്ട് പോയി കഴിയുമ്പം നമുക്ക് അത്രയും ക്ലാരിറ്റി കാണാറില്ല. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അമേസിങ് വ്യൂ ആണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ കയാക്കിങ് ചെയ്താലും സ്വിം ചെയ്താലും കുളിക്കാൻ വന്നാലും എന്താണെങ്കിലും അടിപൊളിയാണ് ഇതിൻ്റെ ഈ ആംബിയൻസ്. ഇത് വലിയൊരു ലേക്കാണ്. നമ്മൾ അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഇറങ്ങുന്ന സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഈ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന വെള്ളത്തിൻ്റെ കളറ് ബ്ലൂ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു എമറാൾഡ് ഗ്രീൻ എന്ന്. പക്ഷേ ഈ 3 കളർ എനിക്കിവിടെ നോക്കിയിട്ട് തോന്നുന്നു അല്ലേ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു കളറുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഗ്രീന്, ബ്ലൂ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്താണോ സൺലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് കളർ മാറുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വെള്ളത്തിന് അടിയിലുള്ളത് ലൈം സ്റ്റോൺ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത്രയും വെള്ളം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ജോൺസൺ ലേക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1906 ജോൺസൺ എന്ന് പറഞ്ഞ ആളാണ് ഇതിവിടെ കണ്ടെത്തി. അധികം ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ലേക്കും അറിയുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഒരു ജോൺസൺ ലേക്ക് റിസോർട്ട് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, അതുണ്ട്. അവിടെ നമുക്കൊരു 6 റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സീസൺ ടൈമിൽ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്ത് വരാൻ പറ്റും. പിന്നെ ഇവിടെ ആക്സസിബിലിറ്റി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഇറങ്ങി വന്ന ആ വഴിയുണ്ടല്ലോ, അതുവഴി മാത്രമേ നമുക്ക് ഈ ലേക്കിലേക്ക് ഇറങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റിസോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് വരേണ്ടതുണ്ട്. ഇത് അധികം പോപ്പുലറായത് 2015 ആരോ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തു. അതിനുശേഷം പിന്നെ വലിയൊരു ക്രൗഡായിരുന്നു ഇവിടെ. അങ്ങനെ ഇപ്പം ഇതിവിടെ പോപ്പുലറായിട്ട് ഉള്ള ഒരു ലേക്കാണ്. ഇതിൻ്റെ കാരണവും ഇത് തന്നെയാണ്, ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയാണ്. നമ്മൾ ആ സ്കൈ വ്യൂവിൽ കണ്ട ബോട്ടാണ്. ആ ചേട്ടൻ്റെ തിരിച്ച് ബോട്ടുമായിട്ട് വന്നു. അടുത്ത ഒരു കൂട്ടർ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇവിടുന്ന്. ഇതാ ഇതിൻ്റെ മണ്ടിൽ കയറി നിന്ന് അവരിതാ തുഴഞ്ഞു പോവാണ് ലേക്കിലേക്ക്. ഇവിടുത്തെ ഇത്രമാത്രം വെള്ളം സൈഡിലേക്ക് ഇങ്ങനെ ഓളം തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ കയാക്കിങ് ചെയ്യുന്നുണ്ട്, പെഡൽ ബോട്ടിങ്, അങ്ങനെ പല തരത്തിലുള്ള ബോട്ടുകൾ. ആരും മോട്ടറൈസ്ഡ് ബോട്ടുകൾ ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അതെനിക്കിവിടെ പറ്റുമെന്നും തോന്നുന്നില്ല. അല്ലാതെ ഉള്ള ബോട്ടിംഗ് സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ബോട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറക്കാൻ പറ്റും. വളരെ ക്ലിയർ ആണ് വെള്ളം, പറയാതിരിക്കാൻ പറ്റത്തില്ല.
ഇവിടെ ഇവർ ഈ ഡോഗിനെ പെഡൽ പാഡിൽ ബാലൻസ് ചെയ്യിച്ച് നോക്കുകയാണ്. അത് വെള്ളത്തിൽ പോയായിരുന്നു. പിന്നെ ഇത് അവരെടുത്ത് തിരിച്ച് ബോട്ടിലൊക്കെ കയറ്റി. ഇതാ കാണുന്ന വാട്ടർ പ്രൂഫ് ബാഗിനകത്തുള്ളത് അവരുടെ സെൽഫോണാണ്. അപ്പോൾ അതിനകത്തത് ടൈറ്റ് ചെയ്തവർ വെക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പറ്റിയത് ഫോൺ ചെയ്യണേൽ അവർക്ക് അത് വേണമല്ലോ. ഈ വെള്ളത്തിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കാഴ്ചകൾ കണ്ട് സമയം അങ്ങ് പോയി. ഇനിയിപ്പം വിശക്കാൻ തുടങ്ങി. നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് ജോൺസൺ ലേക്കിനോട് വിട പറയാം. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പാർക്കിങ്ങിലോട്ടൊക്കെ കാണിക്കാൻ മറന്നുപോയി. വന്ന എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോയേ. അപ്പോൾ ഇതാ ഞാൻ കാണിക്കാം. ഇത് ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ വന്ന ബോട്ടുകളൊക്കെ ഇത് അവർ തിരിച്ച് ലോഡ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഇതാ ഇത് കണ്ടോ, ഇതാണ് പാർക്കിംഗ് ലോട്ട്. നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം ഇതിനടുത്ത് തന്നെയുള്ളതാണ്. ഒരു ചെറിയൊരു പാർക്ക് അതിൻ്റെ സൈഡിൽ തന്നെ, നാട്ടുംപുറം പോലെ തന്നെ. ഇതാ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന അടിപൊളി പൊതിച്ചോറാണ്. ഹോം മെയ്ഡ്, വീട്ടിലുണ്ടാക്കി. ഇതാ മലയാളം പത്രത്തിൽ തന്നെ പൊതിഞ്ഞ്. നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, അയല മീൻ വറുത്തതുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ ഒരു അച്ചാറുമുണ്ട്. ഞങ്ങളിത് 2 പേർക്ക് കഴിക്കുന്ന ചോറാണ്. ഞാനും രഞ്ജിനിയും കൂടെ ഇതാ ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാ ഇവിടെ നല്ല മെഴുക്ക് വരട്ടി ഉണ്ട്, ബീൻസ് മെഴുക്ക് വരട്ടി, നമ്മുടെ അയല മീൻ വറുത്തത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഇതാ ചോറുണ്ണാം. ഞാൻ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് എടുക്കാം. ഒരു ചമ്മന്തി, കുറച്ച് ബീഫിൻ്റെ ഒരു പീസ്, ശർക്കര, കാബേജ് വറുത്തത്. അടിപൊളി കേട്ടോ. ആ തേങ്ങയുടെ ടേസ്റ്റ്, ബീഫ് ഫ്രൈ, അതിന് പറയേണ്ട ആവശ്യമില്ല അല്ലേ, നമ്മുടെ നമുക്ക് ഫേവററ്റ് സാധനമല്ലേ. ഞാൻ എന്താ ഒരു അയല കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. ഇവിടെ വെച്ചു. എന്നിട്ട് നമുക്ക് ഇപ്രാവശ്യം ബീൻസ് മെഴുക്ക് വരട്ടി എടുക്കാം. തേങ്ങാ ചമ്മന്തി അടിപൊളി കേട്ടോ. ഞാൻ മീൻ തന്നെ ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കട്ടെ. നാട്ടിലെ മീൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അയല ഞാൻ ആദ്യം ഓർത്തു ടേസ്റ്റ് കാണത്തില്ല എന്ന്, ഫ്രോസണായിട്ട് വരുന്ന മീനായണ്ടേ. പക്ഷെ അടിപൊളിയാണ്. അപ്പം നമുക്ക് ഒന്നിച്ചെന്നാൽ കഴിച്ച് പെട്ടെന്ന് തീർക്കാം. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇതാ ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ വണ്ടി നിർത്തിയാണ്. ഈ കാണുന്നതാണ് തോംസൺ റിവർ. ഈ പേരിൽ തന്നെ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, തോംസൺ റിവർ യൂണിവേഴ്സിറ്റി. ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ കനേഡിയൻ റെയിൽവേയുടെ ഒരു റെയിൽ ട്രാക്കാണ് പോകുന്നത്. അപ്പം ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ ആ ട്രാക്കിൽ കൂടെ ഒക്കെ ട്രെയിൻ പോകുമ്പോൾ എന്തോ വ്യൂ ആയിരിക്കും അല്ലേ. ഇവിടെ വന്നിട്ടൊരു വളവ് പോലെ ഈ റിവർ വളഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. നല്ല പരന്നൊഴുകുന്ന റിവർ, നിറച്ചും വെള്ളമുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബായ്, സ്റ്റേ സേഫ്.